വെൽക്കം ടു മലൂക്യുളർ ബാസ വേഴ്സസ് റയൽ ബെറ്റിസ് മാച്ചിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിനു മുമ്പ് പറയാനുള്ളത് മെസ്സിൻ്റെ അണ്ടറുള്ള ഇന്റർ മയാമി ടീം ഇന്നലെ MSL കപ്പ് അടിച്ചു. മെസ്സി 3 അസിസ്റ്റ് എങ്ങാനും കൊടുത്തിട്ടുണ്ട്. ആ ഒരു ട്രോഫി വിജയത്തോടെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ജോർഡി ആൽബയും സെർജിയോ ബുസ്കറ്റ്സും ഫുട്ബോളിൽ നിന്ന് പടിയിറങ്ങുകയാണ്. നമ്മൾ ബാഴ്സനെ കണ്ടു തുടങ്ങിയ മുതലേ, പേഴ്സണലി എൻ്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ ഞാൻ ബാഴ്സനെ കണ്ടു തുടങ്ങുന്ന മുതലേ അവർ ടീമിലുണ്ട്. വല്ലാണ്ട് എന്താ പറയുക, നമ്മുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന പ്ലെയേഴ്സാണ്. അങ്ങനെ അവർ കളി നിർത്തി, ഇനി അവർ റിട്ടയർമെൻറ്റ് ലൈഫിലേക്ക് കടക്കുകയാണ്. എനിവേ, ഹാപ്പി റിട്ടയർമെൻറ്റ് ഫോർ അവർ ലെജൻഡ്സ്. അവർ നമുക്ക് വേണ്ടിയിട്ടെല്ലാം നൽകിയിട്ടുണ്ട്. ഓക്കെ, ക്ലബിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും, അത് നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ഫേസിലാണെങ്കിലും നമ്മുടെ ടീമിൻ്റെ ഏറ്റവും വേഴ്സ്റ്റ് ഫേസിലാണെങ്കിലും അവർ ക്ലബിന് വേണ്ടി എല്ലാം നൽകിയിട്ടുണ്ട്. അതിന് നമ്മൾ ഫാൻസ് എന്നും അവരോട് കടപ്പെട്ടിരിക്കും. ഫാൻസിന് വേണ്ടി എപ്പോഴും ഹൃദയം കൊണ്ട് പോരാടുന്ന 2 പ്ലെയേഴ്സ് ആയിരുന്നു അവർ. മറ്റെല്ലാവരെയും പോലെ തന്നെ ഇവരും അങ്ങനെ തന്നെ ആയിരുന്നു. ഓക്കെ, അപ്പം അതാണ് പറയാനുള്ളത്. ഇനി നമ്മൾ റയൽ ബെറ്റിസ് വേഴ്സസ് ബാർസ മാച്ചിലേക്ക് വരികയാണെങ്കിൽ നല്ലൊരു പെർഫോമൻസ് നമ്മൾ നടത്തി എന്ന് പറയാം. ഓക്കെ, 5-3 ജയിക്കുന്നത്. ഫസ്റ്റ് ഒരു ഗോൾ ആൻ്റണിയിലൂടെ ബെറ്റിസ് അടിക്കുന്നു, നമ്മൾ 5 ഗോൾ തിരിച്ചടിക്കുന്നു, പിന്നീട് 2 ഗോൾ ബെറ്റിസ് അടിക്കുന്നു. ഇങ്ങനെ ആയിരുന്നു ഉണ്ടായിരുന്നത്. എനിവേ, മാച്ച് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഇപ്പം 5-3 തോൽവി, അല്ലെങ്കിൽ 90 മിനിറ്റ് അങ്ങോട്ട് അടുക്കുമ്പോഴാണ് 2 ഗോളും കൂടെ ബെറ്റിസ് അടിച്ച് 5-3 എത്തിക്കുന്നത്. അപ്പോൾ നമുക്ക് തോന്നുന്നത് ഒരു ബാഴ്സ ഡോമിനേഷൻ ആയിരുന്നു. ഒരിക്കലുമല്ല. ബെറ്റിസ് നല്ലൊരു കോമ്പറ്റീഷൻ, നല്ല ഫുട്ബോൾ കളിച്ചൊരു മാച്ചായിരുന്നു. ഓക്കെ, അവർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞില്ലെങ്കിൽ പോലും അവർ വളരെ നല്ല ഫുട്ബോളായിരുന്നു. അവരുടെ ഒരു ലെഫ്റ്റ് ബാക്കോ റൈറ്റ് ബാക്കോ അങ്ങനെ ഉണ്ട്. റൈറ്റ് ബാക്ക് ഉണ്ട്, അയാളുടെ പേര് ഞാൻ മറന്നുപോയി. പിന്നെ അതേപോലെ തന്നെ ആബ്ദെ, പിന്നെ ആൻ്റണി, പിന്നെ ഹെർണാണ്ടസ് എന്ന് പറയുന്ന അവരുടെ ആ ഒരു പെനാൽറ്റി സ്കോർ ചെയ്ത പ്ലെയർ, ഇവരൊക്കെ തന്നെ നല്ല ഫുട്ബോളാണ് അവരുടെ ഫൈനൽ തേർഡിലേക്ക് വരുമ്പോൾ കളിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. ട്രാൻസിഷനിലൊക്കെ അവർ അത്യാവശ്യം നല്ല രീതിക്ക് പെർഫോം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ പല സമയത്തും നമുക്ക് അവരെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു. നമ്മൾ വളരെ മികച്ച രീതിയിൽ ട്രാക്ക് ബാക്ക് ചെയ്തൊക്കെ കളിച്ചുകൊണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ബെറ്റിസിനെ കുറിച്ച് പറയാനുള്ളത്. ദേ പ്ലേഡ് റിയലി ഗുഡ് ഫുട്ബോൾ. നല്ല അറ്റാക്ക്, അത്യാവശ്യം നല്ല രീതിക്ക് അവർ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. അതൊക്കെ തന്നെയാണ്. പക്ഷേ ഡിഫൻസ് വർക്കായില്ല. പക്ഷേ അറ്റാക്കിംഗ് വൈസ് അവർ നല്ലതായിരുന്നു എന്നാണ് പേഴ്സണലി എനിക്ക് തോന്നിയത്. ആ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ദേ വർ ഗുഡ്. എസ്പെഷ്യലി നമുക്കൊരു അൺഫെയർ ആയിട്ടുള്ള പെനാൽറ്റി കിട്ടുന്നുണ്ട്. അതായത് ബെറ്റിസിൻ്റെ ഒരു പ്ലെയറിൻ്റെ ഹാൻഡ് ബോൾ, അത് ഒരു പെനാൽറ്റി അല്ല. ഓക്കെ, നമുക്ക് കണ്ടാൽ അറിയാം അത് എന്തുകൊണ്ട് റഫറി കൊടുത്തു എന്ന് നമുക്കറിയില്ല. അത് അറിയാമല്ലോ റഫറിമാരുടെ നിലവാരം. അത് വാറിലേക്ക് പോകാൻ പോലും പാടില്ല. അത് വാർ ഫസ്റ്റ് തന്നെ നോക്കിയിട്ട് പെനാൽറ്റി ഇല്ല എന്ന് പറഞ്ഞ് വിധിക്കേണ്ട സാധനമാണ്. കാരണം പ്ലെയറിന്റെ ബോഡി തട്ടിയിട്ടാണ് കയ്യിൽ തട്ടുന്നത്. ഓക്കെ, അപ്പം അതൊരു പെനാൽറ്റി കൊടുക്കേണ്ട മുതലില്ല. എന്തുകൊണ്ട് കൊടുത്തു എന്നറിയില്ല. എനിവേ, ആ ഒരു ഡിസിഷൻ വന്നതിന് ശേഷം അവർ ഒന്നാകെ ഫൈറ്റ് ചെയ്തൊരു ഫൈറ്റ് ഉണ്ട്. അതൊക്കെ കൊള്ളായിരുന്നു. പിന്നെ ബാസിന്റെ കേസിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ ഗോൾ കീപ്പർ ജോൻ ഗാർഷ്യ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തു. പിന്നെ ഡിഫൻസിലേക്ക് വരുന്ന സമയത്ത് LCB ആയിട്ട് ജെറാർഡ് മാർട്ടിനാണ് കളിച്ചത്. മാർട്ടിൻ നന്നായിട്ട് തന്നെ കളിച്ചിട്ടുണ്ട്. ഓക്കെ, വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള കുറച്ച് ഇന്റർസെപ്ഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ മാർട്ടിൻ്റെ അടുത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. നീറ്റായിട്ട് കളിച്ചിട്ടുണ്ട്. കുബാർസി നീറ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അവരടിക്കുന്ന ഒരു ഗോള് അത് കുബാർസിക്ക് തടയാൻ പറ്റുന്ന ഗോളായിരുന്നു. അത് എത്രാമത്തെ ഗോളാന്ന് എനിക്ക് ഓർമ്മയില്ല. ആ ഒരു ഫാർ പോസ്റ്റിലേക്ക് വന്നിട്ടുള്ള ഒരു ടാപ്പിംഗ് ഗോൾ ഉണ്ടല്ലോ, അത് കുബാർസിക്ക് തടയാൻ വേണ്ടി പറ്റണമായിരുന്നു. പക്ഷെ കുബാർസിക്ക് കഴിഞ്ഞില്ല. അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലാതെ കളിച്ചിട്ടുണ്ടെന്ന് പറയാം. എനിവേ, നമ്മുടെ ഡിഫൻസിന്റെ പെർഫോമൻസ് ഇൻ ടോട്ടൽ കൺവിൻസിങ് അല്ല. ഓക്കെ, 3 ഗോൾ കൺസിഡർ ചെയ്യാൻ പാടില്ലായിരുന്നു. ഒരു ഗോളിൽ നിൽക്കണമായിരുന്നു. 5-1 വിക്ടറി കൊണ്ടായിരുന്നു നമ്മൾ ബെറ്റിസിന്റെ ഹോമിൽ നിന്ന് വീട്ടിലേക്ക് പോകേണ്ടത്. പക്ഷെ അത് നടന്നില്ല. അപ്പം ഡിഫൻസിന്റെ കാര്യങ്ങൾ ഇപ്പോഴും കുറച്ച് കൺസേണിങ് ആണെന്ന് പറയാം. ഓക്കെ, ഇപ്പോൾ ബെറ്റിസിനെതിരെ നമ്മൾ 3 ഗോൾ കൺസിഡർ ചെയ്തെങ്കിൽ ബെറ്റർ സൈഡ് വരുമ്പോൾ നമ്മൾ കൂടുതൽ ഗോൾസ് കൺസിഡർ ചെയ്യും. പിന്നെ ബെറ്റിസിനെ പോലെ ആയിരിക്കുമല്ലോ മറ്റു ടീമുകൾ, അവർ കൂടുതൽ ക്ലിനിക്കൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് അതിൽ കൂടുതൽ ഗോൾസ് കൺസിഡർ ചെയ്യേണ്ടി വരും. ഓക്കെ, ഡിഫൻസ് മാറ്റി നിർത്തിയിട്ട് നമ്മൾ മുന്നോട്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ല മെച്ചൂർഡ് പെർഫോമൻസ് ആണ് നമ്മൾ ഫൈനൽ തേർഡിൻ്റെ സൈഡിൽ നിന്ന് കണ്ടിട്ടുള്ളത്. എസ്പെഷ്യലി ഫെറാന് വളരെ മികച്ച രീതിയിൽ കളിച്ചിട്ടുണ്ട്. ഫെറാൻ 3 ഗോൾ അടിച്ചത്. ശരിക്കും ഒരു 5 ഗോൾ അടിക്കാനുള്ള ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഓക്കെ, 3 ഗോൾ അടിച്ചതിന് മഹാസംഭവമാണ്. ഹാട്രിക്ക് സ്കോർ ചെയ്തു. അതും എനിക്ക് തോന്നുന്നു ഫെറാന്റെ ഫസ്റ്റത്തെ 3 ടച്ചസും ഗോളിലേക്കാണ്. സോ അത്രയും ബ്രില്യൻ്റ് ആയിട്ടാണ് ഫെറാൻ കളിച്ചിട്ടുള്ളത്. 3 ഫിനിഷിന്റെ കാര്യം പറയുകയാണെങ്കിൽ 3 ടോപ്പ് ഫിനിഷ് ആയിരുന്നു. ഒന്നിൽ ചെറിയ ഡിഫ്ലക്ഷൻ ഉണ്ടെന്ന് പറയാം, പക്ഷെ ബാക്കി 2 ടോപ്പ് ക്ലാസ് ഫിനിഷ് ആയിരുന്നു. സോ ഫെറാന് ക്രെഡിറ്റ് കൊടുക്കണം. ഒരുപാട് ക്രിറ്റിസിസം നമ്മൾ കഴിഞ്ഞ മാച്ച് കഴിഞ്ഞപ്പോൾ ആൾ ക്രിറ്റിസൈസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആൾ വീണ്ടും സ്റ്റെപ്പ് ചെയ്ത് പെർഫോം ചെയ്യുന്നു. ദാറ്റ്സ് എ വെരി ഗുഡ് തിങ്. ഓക്കെ, യമാല് നമ്പർ 10 പൊസിഷനിലാണ് കളിക്കുന്നത്. അതേപോലെ തന്നെ റോണി ബാർജി
ആ ഒരു റൈറ്റ് വിങ് റോളിലാണ് കളിക്കുന്നത്. ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു കാണാൻ. ഓക്കെ, യമാൽ റൈറ്റിൽ വരുന്നു, സെൻട്രലിൽ വരുന്നു, ലെഫ്റ്റിലേക്ക് പോകുന്നു. അപ്പം എന്താ പറയുക, യമാൽ കുറെ കൂടെ ഫ്രീ ആയിട്ട് കളിക്കുന്നുണ്ട്. യമാലിന് കുറച്ചുകൂടി ഒരു ക്രിയേറ്റിവിറ്റി ഫ്രീഡം കിട്ടുന്നു. ഇപ്പൊ വിങ്ങിൽ നിന്ന് ആള് ഡെവലപ്പ് ചെയ്യുന്ന പോലത്തെ ഒരു പരിപാടി ഇവിടെ നടക്കുന്നില്ല. ഇപ്പൊ സപ്പോസ് ആരെങ്കിലും റോണി ബാർജിനെ റൈറ്റില് ലോക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ചങ്ങായി നേരെ റൈറ്റിലേക്ക് പോകുന്നു. ലെഫ്റ്റില് ഇൻ കേസ് റാഷ്ഫോർഡ് എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആള് ലെഫ്റ്റിലേക്ക് പോകുന്നു. സെന്ററിലേക്ക് വരുന്ന സമയത്ത് ആള് കൂടുതൽ ക്രിയേറ്റീവ് പാസസ് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അതൊക്കെ തന്നെ കാണാൻ ഭയങ്കര രസമുണ്ട്. അപ്പം ഇത് നല്ലൊരു സ്കീമാണ് യമാലിനെ സെൻട്രലിൽ കളിപ്പിക്കുക എന്നുള്ളത്. പക്ഷെ വേറെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രലിൽ കളിപ്പിക്കുമ്പോൾ യമാലിനെ പ്ലേയേഴ്സ് കൂടുതൽ ഫൗൾ ചെയ്യാൻ വേണ്ടി തുടങ്ങും. ഓക്കെ, റൈറ്റിൽ 1v1 വരുന്ന പോലെ ഒന്നുമല്ല, സെൻട്രലിൽ വന്നു കഴിഞ്ഞാൽ കൂടുതൽ ഫൗൾസ് യമാലിനെ ഏറ്റുവാങ്ങേണ്ടി വരും. അതൊരു വിഷയമായിട്ട് നിൽക്കുകയാണ്. ഓക്കെ, അത് കമന്ററി ബോക്സും പല സമയത്തും പറയുന്നുണ്ടായിരുന്നു. ഇന്നലെയും കുറെ തവണ യമാലിനെ അവർ ഫൗൾ ചെയ്തിട്ടുണ്ട്. പിന്നെ റോണി ബാർജി ഒരു ഗോൾ അടിച്ചു, നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. ഓക്കെ, ഒരു കുറ്റം പറയാനില്ല. നീറ്റ് പെർഫോമൻസ് റോണി ഡെലിവർ ചെയ്തിട്ടുണ്ട്, ഫെറാൻ ഡെലിവർ ചെയ്തിട്ടുണ്ട്, യമാല് ഡെലിവർ ചെയ്തിട്ടുണ്ട്. പിന്നെ എഗെയിൻ ഞാൻ പറയുകയാണ്, യമാല് ഫിനിഷിങ്ങിൽ കുറച്ചുകൂടി ബെറ്റർ ആവേണ്ടതായിട്ടുണ്ട്. ഇന്നലെ യമാലിന് ആ ഒരു ടിപ്പിക്കൽ ചാൻസ് ഉണ്ടല്ലോ യമാല് മിസ് ചെയ്യുന്നത്, അത് കിട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷെ സ്കോർ ചെയ്തില്ല. സോ യമാൽ അതിൽ ഇമ്പ്രൂവ് ചെയ്യണം. പിന്നെ ഈ റൈറ്റിൽ ഇട്ടിട്ട് യമാലിൽ 2-3 പ്ലെയേഴ്സ് ഇങ്ങനെ വന്ന് മാർക്ക് ചെയ്തിട്ട് യമാല് ഇൻവിസിബിൾ ആയി പോകുന്നുണ്ടെങ്കിൽ സെന്ററിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് എന്താ പറയുക, അതൊരു ഒരു സൊല്യൂഷൻ തന്നെയാണ്. ഓക്കെ, സെൻട്രലിലേക്ക് കൊണ്ടുവന്നിട്ട് ആളെ കുറച്ചുകൂടി വ്യത്യസ്തമായ രീതിയിൽ ഉപയോഗിക്കാം. അപ്പൊ ഈ ഒരു സീസൺ അങ്ങനെ വെറൈറ്റി ഓഫ് സംഗതികൾ കൊടുത്തിട്ടൊക്കെ തന്നെയാണ് നമുക്ക് മുന്നോട്ട് പോകേണ്ടത്. പിന്നെ പറയുന്നത് റാഷ്ഫോർഡും വലിയ കുഴപ്പമില്ലാതെ തന്നെ കളിച്ചിട്ടുണ്ട്. പിന്നെ മിഡിൽ ഉണ്ടായിരുന്നത് എറിക് ഗാർഷ്യയാണ്, പെഡ്രി ഉണ്ടായിരുന്നു. രണ്ടാളും വളരെ മനോഹരമായിട്ട് കളിച്ചിട്ടുണ്ട്. ഓക്കെ, എറിക്ക് ആ ഒരു റോള് നന്നായിട്ട് കളിച്ചു. ഡീപ്പിലേക്ക് പോയിട്ട് ബോൾ എടുത്തു കൊണ്ടിരുന്നത് പലപ്പോഴും പെഡ്രി ആയിരുന്നു. കുറച്ചുകൂടെ ഹയർ അപ്പ് ലഭിച്ചാണ് എറിക്ക് നിന്നുണ്ടായിരുന്നത്. എറിക്ക് വലിയ കുഴപ്പമില്ലാതെ അവിടെ കളിച്ചു പോയിട്ടുണ്ടെന്ന് പറയാം. പിന്നെ സബായിട്ട് ഫെർമി വരുന്നുണ്ട്. ഫെർമി നിരാശപ്പെടുത്തി കളഞ്ഞു. ഫെർമിന്റെ 2 വേഴ്സ് ചാൻസ് മിസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, പിന്നെ യമാലിന്റെ കാര്യം പറയുകയാണെങ്കിൽ യമാലൊക്കെ നല്ലോണം എഫേർട്ട് എടുത്ത് കളിച്ചൊരു മാച്ചാണ്. ഡിഫൻസീവ്ലി വളരെ ക്രൂഷ്യലായിട്ടുള്ള ഇന്റർസെപ്ഷൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ യമാലിന്റെ സൈഡിൽ നിന്ന് കാണുന്നുണ്ട്. പിന്നെ കൂണ്ടേനെയും ബാൾഡിനെയും നോക്കുകയാണെങ്കിൽ അവരും വലിയ കുഴപ്പമില്ലാതെ പെർഫോം ചെയ്തു എന്ന് പറയാം. ഓക്കെ, അത് തന്നെയാണ് പറയാനുള്ളത്. പിന്നെ ജോഫ്രെ ടൊറൻസ് ഗ്രൗണ്ടിലേക്ക് വരുന്നുണ്ട്. അപ്പം അങ്ങനെ വന്നു പോയി, കുറച്ച് ടൈം ആ പ്ലെയറും കളിച്ചു പോയി. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട കാര്യം, നമ്മൾ ഈ ഒരു 5-3 വിക്ടറി നേടുന്നത് റഫീഞ്ഞയോ ഫ്രാങ്കി ഡിയോങ്ങോ അതേപോലെ തന്നെ ലെവൻഡോസ്കി ഇല്ലാതെയാണ്. അവരില്ലാതെ 5 ഗോൾ സ്കോർ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളത് അത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നിയത്. അപ്പം എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങൾ ആ കാര്യങ്ങൾ കമന്റ് സെക്ഷനിൽ പറയാം. അപ്പൊ നമ്മളിപ്പോൾ ലീഗിൽ ടോപ്പിൽ നിൽക്കുന്നുണ്ട്. പിന്നെ ഗുഡ് ഡേ ഫോർ ബാസ ഫാൻസ്. മെസ്സി മയാമിന്റെ കൂടെ ട്രോഫി അടിച്ചു. പിന്നെ സങ്കടം ഉണ്ടാക്കുന്ന കാര്യം, ഏറെ പ്രിയപ്പെട്ട 2 ആൾക്കാർ ഫുട്ബോളിൽ നിന്ന് വിരമിച്ചെന്നുള്ളതാണ്. സോ അതാണ്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ്? കമന്റ് സെക്ഷനിൽ പറയാം. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.